അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ 114 സൂറത്തുകളാണുള്ളത്. അവതരണക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മക്കിയ, മദനിയ എന്നിങ്ങനെ രണ്ട് തരമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്ക ജീവിതകാലത്ത്, അതായത് മദീനയിലേക്ക് ഹിജറ പോകുന്നതിൻ്റെ മുമ്പ് ഇറങ്ങിയ സൂറത്തുകൾക്കാണ് മക്കിയെ എന്ന് പറയുന്നത്. മദീന ജീവിതകാലത്ത്, അതായത് ഹിജറയ്ക്ക് ശേഷം ഇറങ്ങിയ സൂറത്തുകൾക്കാണ് മദനിയ എന്ന് പറയുന്നത്. ആയത്തുകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഖുർആനിലെ സൂറത്തുകൾ തിവാൽ, മിഊന, മസാനി, മുഫസ്സൽ എന്നിങ്ങനെ 4 വിഭാഗമാണ്. വളരെ ദൈർഘ്യമുള്ള സൂറത്തുകൾക്കാണ് തിവാൽ എന്ന് പറയുന്നത്. അൽ ബഖറ, ആലു ഇമ്രാൻ, അൻ-നിസാ, അൽ മാഇദ, അൽ അൻആം, അൽ ആറാഫ്, അൽ അംഫാൽ എന്നീ 7 സൂറത്തുകളാണ് തിവാൽ എന്ന ഗണത്തിൽപ്പെടുന്നത്. 100-നോടടുത്ത് അല്ലെങ്കിൽ അതിൽ കുറച്ച് കൂടുതൽ ഉള്ള ആയത്തുകളുള്ള സൂറത്തുകൾക്കാണ് അൽ മിഊന എന്ന് പറയുന്നത്. മിഊനക്ക് തൊട്ട് താഴെയായി വരുന്ന സൂറത്തുകളാണ് അൽ മസാനി. സൂറത്തുൽ ഹുജറാത്ത് മുതൽ സൂറത്തുൻ നാസ് വരെയുള്ളതിനാണ് അൽ മുഫസ്സൽ എന്ന് പറയുന്നത്. ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്ത് സൂറത്തുൽ ഫാത്തിഹയാണ്. ലം യുൻസൽ ഫി തൗറാത്തി വലാ ഫിൽ ഇൻജീലി വലാ ഫി സബൂരി മിസ്ലുഹ. തൗറാത്തിലോ ഇൻജീലിലോ സബൂറിലോ ഇതിന് സമാനമായ ഒരധ്യായം ഇറക്കപ്പെട്ടിട്ടില്ല. അഅ്ളമു സൂറത്തിൻ ഫിൽ ഖുർആൻ, ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള സൂറത്ത് എന്ന് ഫാത്തിഹയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിസ്കാരത്തിലെ എല്ലാ റക്അത്തുകളിലും സൂറത്തുൽ ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തില്ലദി തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ മൻ ഖറഅഹ ഫീ ബൈതിഹി ലൈല ലം യദ്ഖുലിശ് ശൈത്താനു ബൈതഹു സലാസ ലയാൽ. വീട്ടിൽ വെച്ച് സൂറത്തുൽ ബഖറ ഓതിയാൽ പിശാജ് ആ വീട്ടിൽ നിന്ന് ഓടുമെന്നും 3 ദിവസം വരെ പിശാജ് ആ വീട്ടിലേക്ക് പ്രവേശിക്കുകയില്ലെന്നും ഹദീസുകളിലുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും നാം പാരായണം ചെയ്യേണ്ട സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ് ഫി യൗമിൽ ജുമുഅ അളഅ ലഹു മിനൻ നൂരി മാ ബൈനഹു വബൈനൽ ജുമുഅത്തൈൻ. വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ ഈമാനികമായ പ്രകാശം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിത്യജീവിതത്തിൽ നാം പതിവായി ഓതാറുള്ള യാസീൻ സൂറത്ത് വളരെ മഹത്വമുള്ളതാണ്. ഖൽബുൽ ഖുർആൻ യാസീൻ. ലാ യഖറഉഹാ റജുലുൻ യുരീദുല്ലാഹ വദ്ദാറൽ ആഖിറഹ ഇല്ലാ ഗുഫിറ ലഹ്. വിശുദ്ധ ഖുർആനിൻ്റെ ഹൃദയമാണ് സൂറത്ത് യാസീൻ. അള്ളാഹുവിൻ്റെ പ്രീതിയും പരലോക വിജയവും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരാൾ സൂറത്ത് യാസീൻ ഓതുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെടും. ഇഖ്റഉഹ അലാ മൗതാക്കും. മരണാസന്നരായ ആളുകളുടെ അടുക്കൽ വെച്ച് നിങ്ങൾ സൂറത്ത് യാസീൻ പാരായണം ചെയ്യണം. ലാ തുഖ്റഉ ഇൻദ അംരിൻ അസീരിൻ ഇല്ലാ യസ്സറഹു അല്ലാഹു തആല വകഅന്ന ഖിറാഅതഹ ഇൻദൽ മയ്യിത്ത് ലിതൻസില റഹ്മ വലിയസ്ഖുല അലൈഹി ഖുറൂജുർ റൂഹ്. പ്രയാസകരമായ ഏത് കാര്യത്തിലും യാസീൻ ഓതിയാൽ അത് എളുപ്പമാകുമെന്നും മരണാസന്നരുടെ അടുത്ത് വെച്ച് യാസീൻ ഓതുന്നത് റഹ്മത്തിറങ്ങാനും ആത്മാവിൻ്റെ വേർപാട് സുഗമമാവാൻ വേണ്ടിയും ആണെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. മൻ ഖറഅ സൂറത്തുൽ വാഖിഅ കുല്ല ലൈലത്തിൻ ലം തുസിബ്ഹു ഫാഖത്തുൻ അബദ. എല്ലാ രാത്രിയിലും സൂറത്തുൽ വാഖിഅ ഓതിയാൽ ഒരിക്കലും അയാൾക്ക് ദാരിദ്ര്യം വരില്ല. മിനൽ ഖുർആൻ 30 ആയ ശഫഅത്ത് ലിറജുലിൻ ഹത്താ ഗുഫിറ ലഹു വഹിയ തബാറകല്ലദി ബിയദിഹിൽ മുൽക്ക്. ഖുർആനിൽ 30 ആയത്തുകളുണ്ട്. അത് പാരായണം ചെയ്തവൻ്റെ ദോഷം പൊറുക്കപ്പെടുന്നത് വരെ അത് ശഫാഅത്ത് ചെയ്യും. ഹിയൽ മുൻജിയ തുൻജിഹി മിൻ അദാബിൽ ഖബർ. സൂറത്തുൽ മുൽക്ക് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്നും ഹദീസിലുണ്ട്. ഇദാ സുൽസിലത് തഅദിലു നിസ്ഫൽ ഖുർആൻ. സൂറത്തു സൽസല ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ എന്ന സൂറത്ത്
വിശുദ്ധ ഖുർആനിൻ്റെ പകുതി ഓതുന്നതിന് തുല്യമാണ്. പകുതി ഓതിയതിൻ്റെ പ്രതിഫലം ലഭിക്കും. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ തഅദിലു റുബ്അൽ ഖുർആൻ. സൂറത്തുൽ കാഫിറൂൻ അത് ഖുർആനിൻ്റെ 1/4 തുല്യമാണ്. ഇദാ അഖൽത മൽജഅക് മിനൽ ലൈൽ ഫഖറ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സുമ്മ നം അലാ ഖാതിമതിഹാ ഫഇന്നഹാ ബറാഅത്തും മിനശ് ശിർക്ക്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ പൂർണ്ണമായി ഓതിയതിനു ശേഷം ഉറങ്ങുക. അത് ഷിർക്കിൽ നിന്ന് മോചനം നൽകുന്നതാണ്. സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇന്നഹാ ലതഅദിലു സുലുസൽ ഖുർആൻ. ഖുർആനിൻ്റെ 1/3 തുല്യമാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് വൽ മുഅവ്വിദതൈൻ ഹീന തുംസി വഹീന തുസ്ബിഹ് 3 മറാത്ത് തക്ഫീക മിൻ കുല്ലി ഷൈ. രാവിലെയും വൈകുന്നേരവും ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ 3 സൂറത്തുകൾ പാരായണം ചെയ്താൽ എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ പ്രയാസകരമായ കാര്യങ്ങളിൽ നിന്നും അത് രക്ഷപ്പെടുത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിനെ കൂടുതൽ അടുത്തറിയാനും വിശുദ്ധ ഖുർആൻ നിത്യജീവിതത്തിൽ പതിവാക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.